भगवद्गीताध्यानम्। ॐ पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीम् अम्ब त्वामनुसन्दधामि भगवद्गीते भवद्वेषिणी। नमोऽस्तु ते व्यासविशालबुद्धे भुल्लारविन्दायतपत्रनेत्र येन त्वया भारततैलपूर्णः प्रज्वालितो ज्ञानमयः प्रदीपः प्रपन्नः पारिजाताय स्तोत्रवेत्रैकपाणये ज्ञानमुद्राय कृष्णाय गीतामृतदुहे नमः। सर्वोपनिषदो गावो दोग्धा गोपालनन्दनः पार्थो वत्सः सुधीर्भोक्ता दुग्धं गीतामृतं महत्। वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं। भीष्मद्रोणतटा जयद्रथजला गान्धारनीलोपला शल्यग्राहवती कृपेण वहनी कर्णेन वेलाकुला। अश्वत्थामविकर्णघोरमकरा दुर्योधनावर्तिनी सोत्तीर्णा खलु पाण्डवैरणनदी कैवर्तक केशवः। पाराशर्यवचः सरोजममलं गीतार्थगन्धोत्कटं नानाख्यानककेसरं हरिकथा सम्बोधना बोधितम्। लोके सज्जन षट्पदैरहरः पेपीयमानं मुदा भूयाद् पंकजं कलिमल प्रध्वंसिन श्रेयसे। मूकं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुतः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुःसुरासुरगणाः देवाय तस्मै नमः। देवाय तस्मै नमः। देवाय तस्मै नमः। जय गुरुदेव। ഓക്കെ, നമ്മള് എവിടെയായിരുന്നു ഇന്നലെ എത്തിയിരുന്ന ഓർമ്മണ്ടോ? അതിൽ പറഞ്ഞിരുത്തിയത് കർമാനുഷ്ഠാനം യജ്ഞരൂപത്തില് അല്ലെ, യജ്ഞരൂപത്തില് കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾ ദേവന്മാരെ സന്തോഷിപ്പിക്കുവിൻ. അപ്പൊ അങ്ങനെയാവുമ്പോ എന്താ ഉണ്ടാവുക? അങ്ങനെ സന്തുഷ്ടരായ ദേവന്മാര് നിങ്ങളെയും സന്തോഷിപ്പിക്കട്ടെ എന്നുള്ളത്. അപ്പൊ അങ്ങനെ അന്യോന്യം സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പരമമായ ശ്രേയസ് കൈവരിക്കും. അതിനെക്കുറിച്ചായിരുന്നു ഇന്നലെ പറഞ്ഞല്ലേ, അതാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയതായിരുന്നു. അപ്പോ അതുകൊണ്ട് എന്താ സൂചിപ്പിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ഒട്ടും ഉയർച്ചയില്ലാത്ത എന്ന് പറഞ്ഞാൽ താഴേക്കിടയിൽ നിൽക്കുന്ന മന്ദബുദ്ധികളായ അറിവില്ലാത്ത ആളുകളെ പോലും സത്യത്തിലേക്ക് അടുപ്പിക്കാനുള്ള മാർഗമാണ്, ഉപായങ്ങളാണ് യജ്ഞങ്ങള് എന്ന് പറയും. യജ്ഞങ്ങളിലൂടെയും ആളുകൾക്ക് ആ ഈശ്വരനിലേക്ക് എത്താം, സത്യത്തിലേക്ക് അടുക്കാൻ പറ്റും. അപ്പൊ ആ യജ്ഞത്തിന്റെ രഹസ്യമാണ് ഭഗവാൻ ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നത്.
അപ്പൊ ഇനി തത്വബോധമില്ല എന്ന് വിചാരിക്കുക. നേരത്തെ പറഞ്ഞു തത്വബോധം വേണം. തത്വബോധമില്ല, ദേവഭാവന ഇല്ല എന്ന് വിചാരിക്കുക, ഈശ്വരനെ കുറിച്ചുള്ള സങ്കല്പവും ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുന്നതൊക്കെ എന്റെ സാമർഥ്യം കൊണ്ടാണ് എന്നുള്ള ചിന്തയായിരിക്കും ഉണ്ടാവുക, അല്ല? കാരണം സത്യം എന്താണെന്ന് അറിയില്ല, അതിനെക്കുറിച്ചുള്ള ബോധമില്ല, ഈശ്വരനെ കുറിച്ചുള്ള സങ്കല്പം ഇല്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ, നേട്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ നമ്മൾക്ക് തോന്നുക? ഇതൊക്കെ എന്റെ കഴിവ് കൊണ്ട് നേടിയതാണ്, അല്ലെ? അങ്ങനെയാണ് ചിന്തിക്കുക. അപ്പോ ഇത് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം നമ്മളുടെ കഴിവ് കൊണ്ട് മാത്രമല്ല നേടാൻ സാധിക്കുക, നമ്മളെ കഴിവ് കൊണ്ട് നേടാൻ സാധിക്കില്ല. അതിന്റെ പുറകിൽ വേറെ പല ഘടകങ്ങളുണ്ട്. അതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോ ഇതെല്ലാം എന്റെ കഴിവ് കൊണ്ടാണ്, അതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം നേടാൻ സാധിച്ചത്. അങ്ങനെയുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. അത് യഥാർത്ഥമല്ല ആ കാര്യം. അപ്പൊ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എന്റെ കഴിവുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് ചിന്തിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ദേവന്മാരെ അനാദരിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊക്കെ പറയണത് എന്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയെടുത്തതാണെന്ന് പറയുമ്പോ യഥാർത്ഥത്തിൽ ഈശ്വരനെ നമ്മൾ അനാദരിക്കുകയാണ്. കാരണം അവിടെ നിന്നാണ് ഈ കഴിവൊക്കെ കിട്ടിയിരിക്കുന്നത്, ശരിയല്ല? അപ്പൊ അങ്ങനെ ദേവന്മാരെ അനാദരിക്കുന്നതിന് തുല്യമാവും. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ തൻ്റെതല്ലാത്ത പ്രയത്നം കൊണ്ടാണ് ഈ നേട്ടം ഉണ്ടായിരിക്കുന്നത് സത്യത്തിൽ. പക്ഷെ അത് എന്റെ പ്രയത്നമാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? വേറൊരാളുടെ പ്രയത്നത്തിന്റെ ഫലം നമ്മള് കട്ടെടുത്ത് അനുഭവിക്കുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളൊക്കെ കള്ളന്മാരാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. കേൾക്കുന്നുണ്ടോ? യെസ്, അവരൊക്കെ കള്ളന്മാരാണ് എന്നാണ് പറയുന്നത്. ഞാൻ എന്റെ കഴിവുകൊണ്ടാണ് നേടിയെടുത്തത് എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ. അപ്പൊ അതാണ് തുടർന്ന് അടുത്ത ശ്ലോകത്തിൽ അതാണ് പറയാൻ പോകുന്നത്. 12ാമത്തെ ശ്ലോകം. കേൾക്കുന്നില്ല? ഇടയ്ക്ക് കട്ടായോ? ഓ ശരി, കേട്ടില്ലേ? അവസാനം പക്ഷെ ഇവരൊക്കെ എനിക്ക് തോന്നി സാറാ സ്റ്റക്കായ. അത് ശരി. വീണ്ടും സ്റ്റക്കായോ? കേക്കുണ്ടോ എല്ലാവർക്കും? ഇല്ല, ഒരു തംസ് അപ്പ് കേക്കുണ്ടെങ്കില്. ഇപ്പൊ കേൾക്കണ്ടോ? ഞാൻ സ്റ്റക്കാണ്. ഇവിടെ എന്താ നെറ്റിന് പ്രോബ്ലം ഉണ്ട് തോന്നുന്നു. ഇവിടെ നെറ്റിന്റെ പ്രോബ്ലം ആണ്. എന്തോ സംഭവിക്കുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ ക്ലിയർ ആണോ? നെറ്റ് ഇഷ്യൂ ആണ് തോന്നുന്നത്. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആയി, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇത് സ്റ്റക്ക് ആവുന്നുണ്ട് സാർ. ഓ എന്ത് പറ്റിയാവോ? നെറ്റ് ഇഷ്യൂ ആണ് തോന്നുന്നുണ്ട് എനിക്ക്. ഇപ്പൊ ക്ലിയർ ആണല്ലോ അല്ല? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ, നോക്കാം നമ്മൾക്ക്. അപ്പൊ നേരത്തെ പറഞ്ഞത് കേട്ടോ? കേട്ടിരുന്നില്ല? മുഴുവൻ കേട്ടിരുന്നില്ല? ഇല്ല, നേരത്തെ പറഞ്ഞ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റക്ക് ആവുണ്ടായിരുന്നു അല്ല? ഓക്കെ, നേരത്തെ പറഞ്ഞ ഇതാണ്. ഇപ്പോ തത്വബോധമില്ല, ഈശ്വരനെ കുറിച്ചുള്ള സങ്കല്പം ഇല്ലെങ്കിൽ പിന്നെ ആളുകൾ എന്താ വിചാരിക്കുക? കാര്യങ്ങൾ നടക്കാൻ കാരണം എന്റെ കഴിവ് കൊണ്ടാണ്, എന്റെ സാമർഥ്യം കൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നത്. അങ്ങനെയുള്ള ചിന്തയായിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമല്ല, യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ് അത്തരം ചിന്തകൾ. കാരണം സത്യം വേറെയാണ്, അല്ലെ? നമ്മുടെ കഴിവ് കൊണ്ടല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അതിന്റെ പുറകില് ഈശ്വരന്റെ അനുഗ്രഹമാണ്, ശക്തിയാണ്. അപ്പോ ആ രീതിയിൽ അതിനെ കാണാതെ എന്റെ കഴിവ് കൊണ്ടാണ്, എന്റെ സാമർഥ്യം കൊണ്ടാണ് അതൊക്കെ നേടിയെടുത്തതെന്ന് ചിന്തിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ദേവന്മാരെ നമ്മൾ അനാദരിക്കുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ എന്താ ചെയ്യണം? മറ്റുള്ളവരുടെ പ്രയത്നത്തിന്റെ ഫലം നമ്മൾ കവർന്നെടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ കവർന്നെടുക്കുന്ന കള്ളന്മാരാണ് ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ എന്നാണ് പറയുന്നത്. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇനി ഒരു കാര്യം, ഇതൊക്കെ എന്റെ കഴിവുകൊണ്ട് നേടിയതാണെന്നും പറയരുത് ആരും. അത് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മളൊക്കെ കള്ളന്മാരാണ് എന്നാണ്. ഭഗവാനെ അനാദരിക്കുന്നതിന് തുല്യാണ്. മനസ്സിലായോ? അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയാനായിട്ട് പോകുന്നത്. 12ാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താനപ്രദായൈഭ്യോ യോ ഭുങ്ക്തേസ്തേന ഏവ സഹ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവ ദാസ്യന്തേ യജ്ഞഭാവിതാഃ.
തൈർദത്താന പ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോ യജ്ഞം വഴി യജ്ഞഭാവിത ദേവാഹ, യജ്ഞത്തിലൂടെ ആരാധിക്കപ്പെടുന്ന ദേവന്മാര് എന്താ ചെയ്യാ? ഇഷ്ടാൻ ഭോഗാൻ ദാസ്യന്തേഹി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സുഖസാധനങ്ങളെ നിങ്ങൾക്ക് തരും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നടത്തി തരും. ഇനി ആരാണോ തൈദത്താൻ, അവര് കനിഞ്ഞു തരുന്ന ഈ സുഖസാധനങ്ങള് ഏഭ്യ അപ്രദായ ഭുങ്ക്തേ, അവർക്ക് കൂടി ദേവന്മാർക്ക് തിരിച്ചു കൊടുക്കണം ഏതെങ്കിലും രൂപത്തില് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ദേവന്മാർക്ക് തിരിച്ചു കൊടുക്കാതെ ആരാണോ സ്വയം അനുഭവിക്കുന്നത്, സ സ്ഥേന ഏവ, അവൻ കള്ളം തന്നെയാണ് എന്നാണ് പറയുന്നത്. കേൾക്കുന്നുണ്ടോ? അപ്പൊ നമ്മള് യജ്ഞത്തിലൂടെ ദേവന്മാരെ ആരാധിക്കുന്നു. അപ്പൊ യജ്ഞത്തിലൂടെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലേ, യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നേരത്തെ പറഞ്ഞു അല്ല, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യലാണ് യജ്ഞം. അപ്പൊ അങ്ങനെ യജ്ഞം നമ്മൾ ചെയ്യുന്ന സമയത്ത് ദേവന്മാര് സന്തോഷിക്കും. ദേവന്മാരെ ആരാധിക്കുന്നതിന് തുല്യാണ്. അപ്പോ ദേവന്മാര് സന്തോഷിക്കും. അപ്പൊ എന്ത് ചെയ്യും? ദേവന്മാര് സന്തുഷ്ടരായി കഴിഞ്ഞാൽ അവര് നമ്മൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും. നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള്, നമ്മൾക്ക് സുഖ സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. സുഖമായിട്ട് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ തരും. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടോ നമ്മളുടെ ജീവിതത്തില് അല്ലെ, സുഖമായിട്ടിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത്, അതൊക്കെ എവിടുന്ന് കിട്ടിയതാ? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് അല്ലെ. ദേവന്മാര് സന്തോഷിച്ചിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ എന്ത് വേണം? നമ്മൾക്ക് കിട്ടിയ ഇതിനെയൊക്കെ വേറെ ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ തിരിച്ചു കൊടുക്കണം ഭഗവാന് എന്നാണ്. എന്നിട്ട് അനുഭവിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ആരാണോ ചെയ്യാത്തത്, അപ്പൊ ദേവന്മാര് കനിവോടുകൂടി ഇങ്ങനെ തരുന്ന നമ്മളുടെ കാര്യങ്ങൾ, സുഖസാധനങ്ങള് ഏതെങ്കിലും രൂപത്തില് തിരിച്ചു കൊടുക്കാതെ ആരാണോ സ്വന്തമായിട്ട് അനുഭവിക്കുന്നത്, അവൻ കള്ളനാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താ സൂചിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു എന്താ പറയാ പരസ്പര സഹകരണ സംഘമാണ്. ശരിക്കും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അല്ല, സഹകരണ പ്രസ്ഥാനങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നല്ല. പ്രപഞ്ചം ഉണ്ടായപ്പോൾ മുതൽ തുടങ്ങിയതാണ് സഹകരണം. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സഹകരണമാണ് ഈ പ്രപഞ്ചത്തിൽ ഉടനീളം നടക്കുന്നത്. അതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രപഞ്ചത്തില് ഒരാളും സ്വതന്ത്രരല്ല. യഥാർത്ഥത്തില് സ്വതന്ത്രരാണ് നമ്മൾ വിചാരിക്കുകയല്ല. പക്ഷെ യഥാർത്ഥത്തിൽ സ്വതന്ത്രമായിട്ട് വേറെ ആരെയും വേറെ ഒന്നിനെയും ആശ്രയിക്കാതെ ഇവിടെ ഒരാൾക്കും ജീവിക്കാൻ സാധ്യമല്ല. ശരിയാണോ? നമ്മൾ ചില ആളുകളൊക്കെ പറയാറുണ്ടല്ലേ, ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യാറില്ല. എന്ത് വിഡ്ഢിത്താണ് അവര് പറയണത്. ഇപ്പൊ വീട്ടിലിരുന്ന് നമ്മൾക്ക് ഈ സൂമിലൂടെ ഇത് കേൾക്കണമെങ്കിൽ തന്നെ നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആരെയാണ്? സൂം കമ്പനിയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ശരിയല്ല? ഇനി സൂം കമ്പനി നമ്മൾ സൂമൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു, പക്ഷെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിലോ അല്ലെ, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ വൈഫൈ വർക്ക് ചെയ്യില്ല, കറണ്ട് ഇല്ലെങ്കിൽ, അപ്പൊ KSEB നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. ശരിയല്ലേ? നമ്മളിത് എങ്ങനെ ഒരു വസ്ത്രം ധരിച്ചിരിക്കുന്നു, ഈ വസ്ത്രം നമ്മൾ ഉണ്ടാക്കിയതൊന്നല്ല, ആണോ? നമ്മൾ എവിടുന്നോ കടയിൽ പോയി കാശ് കൊടുത്ത് വാങ്ങിയതാണ്. അപ്പൊ കടക്കാരനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തു. ശരിയല്ല? ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇവിടെ പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു വ്യക്തിയും, ഈവൻ ഒരു പരമാണു പോലും സ്വതന്ത്രമല്ല. സ്വതന്ത്രമായിട്ട് നിലനിൽക്കാൻ സാധിക്കില്ല. പ്രപഞ്ചത്തിലും എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒന്ന് മറ്റൊന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒന്ന് മാത്രമാണ് ഒന്നിനെയും ആശ്രയിക്കാതെ നിൽക്കുന്നത്. അതിലാണ് മറ്റെല്ലാം നിൽക്കുന്നത്. ആ ഒന്നാണ് ബോധം. അതെല്ലാറ്റിനും കാരണം, പരമകാരണമാണ് ആ ബോധം, കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് അല്ലെ. അത് നിരപേക്ഷമായിട്ട് നിൽക്കും. ഒന്നിനെയും ആശ്രയിക്കാതെ അത് മാത്രമാണ് സ്വതന്ത്രമായിട്ട് നിലനിൽക്കുന്നത്. ആ ബോധം, കോൺഷ്യസ്നസ്, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആ ബോധം, കോൺഷ്യസ്നസ്, അതാണ് എല്ലാറ്റിനെയും, പ്രപഞ്ചത്തിന് മുഴുവൻ പരമകാരണമായിരിക്കുന്നത് ആ ബോധമാണ്. അത് ഒന്നിനെയും ആശ്രയിച്ചല്ല അതിന്റെ നിലനിൽപ്പ്. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന പ്രപഞ്ചത്തിലെ ഘടകങ്ങള് എല്ലാം അപ്രത്യക്ഷമായാലും, എല്ലാം ഒഴിഞ്ഞു പോയാലും ഈ ഒരു സാധനം അവശേഷിക്കും. ഏതാണ്? കോൺഷ്യസ്നസ്, ബോധം അല്ലെ. ആ ചൈതന്യം അതെപ്പോഴും അവശേഷിക്കും. അത് അഖണ്ഡമായിട്ട് എപ്പോഴും നിലനിൽക്കും. അതാണ് എപ്പോഴും ഉള്ളത്.
അതിനെക്കുറിച്ച് പ്രപഞ്ചത്തിൽ ഏതൊരു കാര്യമാവട്ടെ, ഒന്നില്ലെങ്കിൽ വേറെ എല്ലാം ഇല്ലാതെയാവും. അങ്ങനെയാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് എന്തില്ലെങ്കിലും അത് നിലനിൽക്കും. പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു സംഗതി ഇല്ലെങ്കിൽ മറ്റതൊക്കെ അതിന്റെയൊക്കെ നിലനിൽപ്പ് അപകടത്തിലാവുന്നതാണ്. കാരണം എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. ഇല്ല, ഇവിടുത്തെ ജീവജാലങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം പൂർണ്ണം, ഒരു സ്പീഷീസ് കംപ്ലീറ്റ് നമ്മൾ അതിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചം തന്നെ നാശമായി പോകും. നമ്മളുടെ നിലനിൽപ്പ് തന്നെ പ്രശ്നം. അപ്പൊ ഉറുമ്പിനെ നമ്മൾ ശ്രദ്ധിക്കാറില്ല പലപ്പോഴും. ഉറുമ്പ് എന്ന് പറഞ്ഞ ഒരു സ്പീഷീസിനെ നമ്മൾ പൂർണ്ണമായിട്ട് ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കി കഴിഞ്ഞാൽ ഭൂമിക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല. കാരണം അതും ഈ ഇതിലെ ഒരു ചങ്ങലയിൽ ഒരു കണ്ണിയാണ് യഥാർത്ഥത്തിൽ. അപ്പോ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ആ എന്താ പറയാ എനർജി, ആ ശക്തി സ്പന്ദനത്തില് കോർത്തു വെച്ചിരിക്കുന്നതാണ് ഈ പഞ്ചഭൂതങ്ങൾ. അതാണ് ഈ പ്രപഞ്ചത്തിന്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പഞ്ചഭൂതങ്ങള്, അതേപോലെ ശക്തിസ്പന്ദനം, അതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പൊ ഈ ശക്തിസ്പന്ദനം ഇല്ലാതായി കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ ഉണ്ടാവില്ല. ആ പഞ്ചഭൂതങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ ശക്തിസ്പന്ദനം അവശേഷിക്കില്ല എന്നാണ്. അതേപോലെ തന്നെ ആകാശം അല്ലെങ്കിൽ സ്പേസ് നമ്മൾ വരില്ലേ, സ്ഥലം, ഇത് ഉൾപ്പെടെ ഈ പഞ്ചഭൂതങ്ങൾ മുഴുവൻ ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ച് ഉള്ളതായി തോന്നുകയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ പഞ്ചഭൂതങ്ങൾ തന്നെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരങ്ങളുടെ കാര്യം പറയാനുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ പുറമേ നിന്ന് മാറി നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ജീവനുള്ള ഈ ശരീരങ്ങൾക്ക്, അല്ലെങ്കിൽ ജീവന് നിലനിൽക്കാനുള്ള ഈ ശരീരങ്ങളൊക്കെ ഈ പഞ്ചഭൂതം എന്ന് പറയുന്ന മഹാസമുദ്രത്തിലെ വെറും കുമിളകൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നാണ്. അപ്പോ വസ്തുത ഇതാണെങ്കിൽ, സത്യം ഇതാണെങ്കിൽ, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും ഇത് പരസ്പരം കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും അതാതിന്റെ സ്വധർമ്മം അനുഷ്ഠിച്ചാലേ പ്രപഞ്ചത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുള്ളൂ. ശരിയല്ല? മനസ്സിലാവും? എല്ലാവരും, എല്ലാ വസ്തുക്കളും, എല്ലാ ഘടകങ്ങളും, പ്രപഞ്ചത്തിലുള്ള എല്ലാം സ്വധർമ്മം അനുഷ്ഠിക്കണം. ഒന്ന് മറ്റൊന്നിനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിനെ ആദരിച്ചുകൊണ്ട്. ഒരു പ്രപഞ്ചത്തിൽ ഒരു ഘടകം വേറൊന്നിനെ റെസ്പെക്ട് ചെയ്യണം. അങ്ങനെ ആ റെസ്പെക്റ്റോടുകൂടി തന്റെ കർമ്മം അനുഷ്ഠിച്ചാലേ പ്രപഞ്ചത്തിന്റെ പ്രവർത്തനം സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോകുള്ളൂ. ഇപ്പൊ സൂര്യൻ അല്ലെ, പ്രപഞ്ചത്തിൽ ഒരു ഘടകമാണ് സൂര്യൻ. സൂര്യൻ തന്റെ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കേണ്ട സൂര്യൻ. ഏതെങ്കിലും ദിവസം ലീവ് എടുക്കണ്ടോ? സൂര്യൻ ലീവ് എടുക്കണില്ല. സൂര്യൻ എല്ലാ ദിവസവും പണിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. തന്റെ സ്വധർമ്മം അനുഷ്ഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സൂര്യൻ. അതുപോലെ ചന്ദ്രൻ, വായു, ഭൂമി, അഗ്നി, ഇതൊക്കെ സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിന് ഒരു മടിയും കാണിക്കുന്നില്ല, ഒരു വിട്ടുവീഴ്ചയില്ല, ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അപ്പൊ ഈ ഘടകങ്ങളൊക്കെ, പ്രപഞ്ചത്തിലെ ഈ ഘടകങ്ങളൊക്കെ അതാതിന്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. ശരിയല്ലേ? അപ്പോ ഇതൊന്നും കാണാതെ, അല്ലെങ്കിൽ ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ പ്രപഞ്ച ഘടകങ്ങളെ ആദരിക്കാതെ അതിൽ നിന്ന് കിട്ടുന്ന സുഖസാമഗ്രികൾ അനുഭവിക്കുകയാണെങ്കിൽ അവൻ കള്ളം തന്നെയാണ്, അല്ലാണ്ട് വേറെ ആരാണെന്നാണ് ചോദിക്കുന്നത്. കാരണം ഈ ഒരു മനുഷ്യൻ, ഈ ഒരു വ്യക്തി മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നേടാൻ സാധിക്കില്ല, ഒരു കാര്യവും നടക്കില്ല. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ പല ഘടകങ്ങൾ, ഇപ്പൊ സൂര്യൻ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ തന്നെ പറ്റില്ല ഇവിടെ. അപ്പൊ നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് സൂര്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ സൂര്യനോട് നമ്മൾക്ക് ആദരവ് കാണിക്കണ്ടേ? ഉള്ളിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണ്ടേ? അതാണ് ചോദിക്കണം. അതിനാണ് നമ്മൾ നമനപ്രക്രിയയൊക്കെ ചെയ്യുന്നതിനാണ് അല്ലെ, ദിശാവന്തനം. അതിൽ നമ്മൾ എല്ലാവരോടും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കും. അപ്പോ നമ്മൾക്ക് കിട്ടുന്നതിന് നമ്മൾ മറ്റുള്ള പ്രപഞ്ചത്തിലെ മറ്റെല്ലാറ്റിനോടും ആദരവുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ എല്ലാറ്റിനോടും. കാരണം മറ്റു ഘടകങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾക്കൂടെ സുഖമായിട്ട് ജീവിക്കാനായിട്ട് പറ്റുന്നത്. വായു ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? അപ്പൊ വായുവിനോട് നമ്മൾക്കൊരു ആദരവ് ഉണ്ടാവണം. ശരിയല്ല? അങ്ങനെ ഓരോന്നിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മളുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും റെസ്പെക്റ്റും ഓണറും എല്ലാം ഉണർന്നു വരണം എന്നാണ് പറയുന്നത്.
അപ്പൊ അങ്ങനെ അല്ലാതെയാണ് നമ്മൾ കിട്ടുന്ന ഈ കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവൻ കള്ളനാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ കള്ളത്തരം ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം എന്നാണ് പറയുന്നത്. അതിനുള്ള ശിക്ഷ, അങ്ങനെയുള്ളവർ ശിക്ഷിക്കപ്പെടും. അല്ലെ? മോഷ്ടിക്കുക എന്നുള്ള കർമ്മത്തിന് ചോരകർമ്മം, മോഷ്ടിക്കുക എന്നുള്ള കർമ്മത്തിന് ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ശിക്ഷ വരാതിരിക്കാൻ എന്താണ് മാർഗം? അല്ലെ? ഏതെങ്കിലും രൂപത്തില് തന്ന ആൾക്കെന്നെ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ഈശ്വരനെ തിരിച്ചു കൊടുക്കണം. അപ്പൊ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കില്ല. അല്ലെങ്കിൽ ദോഷം വരും, ശിക്ഷ കിട്ടും. കള്ളത്തരം ചെയ്തതിന് ശിക്ഷ കിട്ടും. അപ്പൊ അതില്ലാതിരിക്കാൻ എന്താ മാർഗം? അതിനാണ് ഋഷിമാര് ദേവസങ്കല്പം ഉണ്ടാക്കിയത്. അല്ലെ? ആ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആ ബോധത്തിനെ ഒരു ദേവന്മാരാക്കി സങ്കല്പിച്ചു. എന്നിട്ട് പലതരത്തിലുള്ള യജ്ഞകർമ്മങ്ങളും അവര് നിർദ്ദേശിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. തിരിച്ചങ്ങോട്ട് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഏത് സ്വധർമ്മമായാലും അതിനെ തത്വബോധം കൊണ്ട് യജ്ഞമാക്കി തീർക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ സ്വധർമ്മം തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അത് യജ്ഞമാവണമെങ്കിൽ എന്ത് വേണം? തത്വം എന്താണെന്ന് ബോധിക്കണം ആദ്യം. പിന്നെ ആ കർമ്മം ചെയ്യുമ്പോൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതാണ് യജ്ഞം എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ തത്വബോധം കൊണ്ട് സ്വധർമ്മത്തെ, ഏതൊരു കർമ്മത്തെയും യജ്ഞമാക്കി മാറ്റാൻ കഴിവില്ലാത്ത ആളുകള് എന്ത് ചെയ്യണം? അവര് ദേവസങ്കല്പത്തെ, ഈശ്വരനെ സങ്കല്പിച്ച് ആ ഈശ്വരന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ചില ആരാധനക്രമങ്ങളെങ്കിലും അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എന്തിനാണ് നമ്മള് ഈശ്വരനെ ആരാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലായോ? നമ്മൾ തിരിച്ചങ്ങോട്ട് നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കണം. നമ്മൾക്ക് തന്നതിനോടൊക്കെ കൃതജ്ഞത നമ്മൾ അറിയിക്കണം യഥാർത്ഥത്തിൽ. അപ്പോ എല്ലാവർക്കും ആ തത്വബോധം ഉൾക്കൊണ്ട് യജ്ഞഭാവേന കർമ്മം ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? ഈശ്വരനെ സങ്കല്പിക്കുന്നു, ദേവനെ സങ്കല്പിക്കുന്നു. എന്നിട്ട് ദേവന്മാർക്ക് വേണ്ടി ചില പൂജാ കാര്യങ്ങൾ, ആരാധനാ സമ്പ്രദായങ്ങൾ അനുഷ്ഠിക്കുന്നു. അതിലൂടെ ഈ കടം വീട്ടുകയാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് കിട്ടിയത് തിരിച്ചു കൊടുക്കുന്നതിന് തുല്യമാണത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുക? അപ്പൊ ഇങ്ങനെ താഴെ തട്ടിലുള്ള ആളുകളും ഈ രീതിയിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ക്രമത്തിൽ അവർക്കും തത്വബോധം വളരാനായിട്ട് തുടങ്ങും. സത്യം എന്താണെന്ന് പതുക്കെ ബോധിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെ ആ തത്വബോധം നേടിക്കഴിഞ്ഞാൽ അവർക്കും പിന്നെ തങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളെയും യജ്ഞമാക്കി മാറ്റാൻ സാധിക്കും. അതിലൂടെ സമൂഹത്തെ സേവിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത് വളരെ വളരെ പ്രധാനമാണ് എന്നാണ് പറയുന്നത്. യജ്ഞമാക്കി മാറ്റണം. യജ്ഞമാക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കില്ല എന്ന് മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് നന്മയ്ക്ക് വേണ്ടി കൂടിയായിരിക്കും. അപ്പോ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ആ യജ്ഞബോധം വളർത്തി കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? അതാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പൊ യജ്ഞബോധം വളർത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണം എന്താണ്? ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിന്റെ ദോഷം എന്താണ്? അതിനുള്ള ആ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് അടുത്ത ശ്ലോകത്തിൽ പറയാനായിട്ട്. അതാണ് 13ാമത്തെ ശ്ലോകം. ചൊല്ലിക്കോ. യജ്ഞശിഷ്ടാശിനഃ സന്തോ മുച്യന്തെ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വഖം പാപ യേ പചന്ത്യാത്മകാരണാത്. 13ാമത്തെ ശ്ലോകം. യജ്ഞശിഷ്ടാശിനഃ സന്തോ മുച്യതേ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വഖം പാപ യേ പചന്ത്യാത്മകാരണാത്. അപ്പൊ ഈ യജ്ഞരൂപത്തില് കർമ്മം അനുഷ്ഠിക്കുമ്പോ അതിന്റെ ഫലം അനുഭവിക്കുന്ന സത്യാന്വേഷികള് അവർക്ക് എന്ത് സംഭവിക്കുക? സർവ കിൽപിഷൈഹി മുച്യന്തേ. കിൽപിഷ എന്ന് പറഞ്ഞാൽ കർമ്മവാസനകൾ. എല്ലാ തരത്തിലുള്ള കർമ്മവാസനകളിൽ നിന്നും അവർക്ക് മോചനം നേടാൻ സാധിക്കുന്നു. എങ്ങനെയുള്ളവർക്ക്? യജ്ഞരൂപമായിട്ട് കർമ്മം അനുഷ്ഠിക്കുന്നവർക്ക്. യജ്ഞരൂപമായിട്ട് കർമ്മം അനുഷ്ഠിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഫലം അനുഭവിക്കുന്ന സത്യാന്വേഷികള്. അവരുടെ എല്ലാ കർമ്മവാസനകളും നീങ്ങിപ്പോകും എന്നാണ് പറയുന്നത്. ഏ ആത്മകാരണാത് പശ്യന്തി. ആരൊക്കെയാണോ അവൻ സ്വന്തം കാര്യത്തിന് വേണ്ടി, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രം, അവനവന് വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്നത് ആരാണോ, തേ പാപാത്തു എന്ന് പറഞ്ഞാൽ ആ പാപികളാവട്ടെ എന്ന്. അവര് പാപികളാണ് എന്നാണ് പറയുന്നത്. ആരാണ് പാപികള്? സ്വന്തം കാര്യം സിന്ദാബാദ്. അല്ല, അവനവന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരെയാണ്
പാപികള് എന്നാണ് പറയുന്നത്. കേട്ടോ എല്ലാവരും? കാരണം അവര് സ്വന്തം കാര്യം മാത്രമാണ് നോക്കിയിരിക്കുന്നത്. അവനവന് വേണ്ടി മാത്രമേ കർമ്മം ചെയ്യുന്നുള്ളൂ. അവർക്ക് എന്താ സംഭവിക്കുക? അഖം ഭുഞ്ചതേ എന്നാണ് പറയുന്നത്. കർമ്മഫലത്തിന്റെ രൂപത്തില് അവര് പാപത്തെയാണ് കഴിക്കുന്നത്, പാപത്തെയാണ് അനുഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എന്ത് വേണം? സത്യാന്വേഷികൾ, യജ്ഞരൂപമായിട്ട് കർമ്മം അനുഷ്ഠിക്കുന്നവര്, അതിന്റെ ഫലം അനുഭവിക്കുന്ന സത്യാന്വേഷികള് എല്ലാ കർമ്മവാസനകളിൽ നിന്നും ഫ്രീ ആവുന്നു, മോചിതരാവുന്നു എന്നാണ്. ഇനി സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ആരൊക്കെയാണോ കർമ്മം ചെയ്യുന്നത്, ആ പാപികളൊക്കെ കർമ്മഫലത്തിന്റെ രൂപത്തില് പാപമാണ് അനുഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, കർമ്മവാസനകളിൽ നിന്ന് മോചനം ലഭിക്കുന്നു, മറ്റത് പാപം അനുഭവിക്കുന്നു. അല്ലെ? രണ്ടു കൂട്ടരുള്ള ആളുകൾക്ക്. അപ്പൊ സത്യസാക്ഷാത്കാരം വേണം, ഈശ്വര സാക്ഷാത്കാരം വേണം, ആത്മസാക്ഷാത്കാരം വേണം എന്ന ആഗ്രഹമുള്ളവര് അവരെന്താ ചെയ്യാ? തന്റെ എല്ലാ കർമ്മങ്ങളെയും യജ്ഞമായിട്ട് അനുഷ്ഠിക്കുന്നു, യജ്ഞരൂപത്തിലാണ് അനുഷ്ഠിക്കുന്നത്. അല്ലെ? യജ്ഞ രൂപത്തിൽ അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് നേരത്തെ പറഞ്ഞു. യജ്ഞരൂപത്തിൽ അനുഷ്ഠിക്കുന്നു. അപ്പൊ ഈ യജ്ഞരൂപത്തിലുള്ള കർമ്മം അനുഷ്ഠിക്കുമ്പോ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഉണ്ടാവുക? അതുകൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയാണ്? ഒന്ന്, ജീവിത ലക്ഷ്യം എന്താണെന്നുള്ള ബോധം ഉണ്ടാവും. എന്താണ് ജീവിത ലക്ഷ്യം? ആത്മസാക്ഷാത്കാരം. ആ ഒരു ബോധം ഉറപ്പുവരും. ആദ്യം ലക്ഷ്യബോധം ഉണ്ടാവും. മനസ്സിലായി? യജ്ഞരൂപത്തിലാണ് നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതെങ്കിൽ ഒന്ന്, നമുക്ക് ജീവിത ലക്ഷ്യബോധം ഉണ്ടാവും. പിന്നെന്താണ്? സ്വധർമ്മം അനുഷ്ഠിക്കും. വിട്ടുവീഴ്ചയില്ലാതെ സ്വധർമ്മം അനുഷ്ഠിക്കാൻ സാധിക്കും. പിന്നെയോ, എപ്പോഴും എല്ലാറ്റിലും ഈശ്വരനാണെന്നുള്ള സങ്കല്പം, എല്ലാറ്റിനെയും ഈശ്വരനായി കണ്ടുകൊണ്ട് എന്താണ്, ആ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലത്തോടുള്ള അറ്റാച്ച്മെന്റ് ഇല്ലാതെ സംഘം ഉപേക്ഷിക്കും. ഫലത്തിൽ ഇച്ഛ വയ്ക്കില്ല എന്ന്. ഇനി അതല്ല, ഫലത്തിനോട് ആഗ്രഹം ഉണ്ടാവില്ല, പക്ഷെ ആ കർമ്മം സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോൾ, ആ കർമ്മം യജ്ഞരൂപമായിട്ട് കർമ്മം ചെയ്യുമ്പോൾ ഫലം എന്തായാലും കിട്ടും. അപ്പൊ ആ ഫലം വരുന്ന സമയത്ത് അത് നല്ലതായാലും ചീത്തയായാലും രണ്ടിനെയും ഈക്വൽ ആയിട്ട് കാണും എന്നാണ് പറയുന്നത്. സമബുദ്ധി പുലർത്തും അതിന്റെ ഫലത്തില്. എന്നിട്ട് എന്ത് ചെയ്യും? നല്ല റിസൾട്ട് ആയാലും ചീത്ത റിസൾട്ട് ആയാലും അതൊക്കെ ഈശ്വരന്റെ അനുഗ്രഹമായിട്ട് സ്വീകരിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ആരാണ് സ്വീകരിക്കുക? യജ്ഞരൂപമായിട്ട് കർമ്മം അനുഷ്ഠിക്കുന്നവര്. അപ്പൊ ഇങ്ങനെ കർമ്മം ചെയ്യുമ്പോ എന്താ സംഭവിക്കുക? അവര് തന്നെ സമൂഹത്തെയും, അല്ലെ, സ്വന്തം വ്യക്തിത്വം, സമൂഹം, ഇതിനെയൊക്കെ ഒരു സമനിലയിൽ, സമഭാവനയിൽ കാണും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്റെ വ്യക്തിപരമായ ജീവിതവും സമൂഹത്തിലെ ജീവിതവും ഒക്കെ അത് വളരെ വളരെ നല്ല രീതിയിലാവും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിലുള്ള സമത്വം എന്ന് പറയുന്നത്. അപ്പോ പലപ്പോഴും സത്യാന്വേഷികള്, ഈ യജ്ഞരൂപത്തിൽ കർമ്മം ചെയ്യുന്ന സത്യാന്വേഷികള്, അവരൊരിക്കലും ഞാനാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാനാണ് അനുഭവിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള സങ്കല്പം അവരിൽ ഉണ്ടാവില്ലേ. ആ അത്തരത്തിലുള്ള സങ്കല്പം അവർ വളർത്തില്ല എന്നാണ്. പിന്നെന്താണ് അവർ ചെയ്യുക? ഇതൊന്നും ചെയ്യുന്നത് ഞാനല്ല, പിന്നെയോ എന്നിലൂടെ സംഭവിക്കുകയാണ്. ഞാൻ ഭഗവാന്റെ കയ്യിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ഒരു ഡിവൈൻ ഇൻസ്ട്രുമെന്റ് ആണ്. ഭഗവാന്റെ കയ്യിൽ ഒരു ഉപകരണം മാത്രമാണ് ഞാന്. അപ്പൊ ഭഗവാനാണ് എന്നെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്റെ നന്മയ്ക്കായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ വരുന്നത്. ഇതാണ് ഈ സത്യാന്വേഷികൾ ചിന്തിക്കുക. അവരുടെ ഭാവന ഈ രീതിയിലാണ് എന്നാണ്. മനസ്സിലായോ? ജീവിതത്തിൽ എന്ത് അനുഭവം വന്നാലും അവരതിനെ ഭഗവാന്റെ പ്രസാദമായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ എന്നെ കൊണ്ട് എന്തൊക്കെയോ ജീവിതത്തിൽ അനുഭവങ്ങൾ തരുന്നത്. ഈ രീതിയിലാണ് അവർ ചിന്തിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ സംഭവിക്കാന്നറിയാമോ? ഈ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഉള്ളിൽ രാഗദ്വേഷങ്ങൾ ഉണ്ടാവില്ല. മനസ്സിലായോ? എപ്പോഴാണ് രാഗദ്വേഷങ്ങൾ ഉണ്ടാവുക? നമ്മൾക്ക് റിസൾട്ട് വരുമ്പോൾ അത് നല്ലത് ചീത്ത എന്നുള്ള രീതിയിൽ വേർതിരിവ് ഉണ്ടാവുന്നു ആദ്യം. അതുണ്ടായി കഴിഞ്ഞാൽ രാഗദ്വേഷങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഒക്കെ നല്ലതായാലും ചീത്തയായാലും ആ ഫലം കിട്ടുന്നത് ഭഗവാന്റെ അനുഗ്രഹമാണ്. ആ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ, ഇങ്ങനെ സങ്കല്പിക്കുന്ന സമയത്ത്, അപ്പൊ ഭഗവാൻ എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നല്ലതായാലും ചീത്തയായാലും ഇത്തരം അനുഭവങ്ങൾ എനിക്ക് തരുന്നത്. അപ്പൊ ഈ രീതിയിൽ ഭാവന ചെയ്യുമ്പോ ഒരു കർമ്മവാസനയും അവരുടെ ഉള്ളിൽ തങ്ങി നിൽക്കില്ല എന്നാണ് പറയുന്നത്. കാരണം രാഗദ്വേഷങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കും? കർമ്മവാസനകളിൽ നിന്ന് മുക്തരാവുന്നു.
അങ്ങനെ എല്ലാ കർമ്മവാസനകളിൽ നിന്നും അവർക്ക് മോചനം നേടാൻ സാധിക്കുന്നു. അവരുടെ ഉള്ളില് പാപവാസന ഉണ്ടാവില്ല, പുണ്യവാസന ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പാപം ഉണ്ടാവില്ല, പുണ്യം ഉണ്ടാവില്ല, അല്ലെ? രണ്ടും ഇല്ലാതാവണം. പുണ്യമുണ്ടെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടാണ്, കാരണം അത് അനുഭവിക്കാനായിട്ട് വീണ്ടും വരണം, അതിന്റെ ഒരു കർമ്മഫലം അനുഭവിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പുണ്യം ഉണ്ടാവില്ല, പാപം ഉണ്ടാവില്ല എന്നാണ് എല്ലാം സമനിലയിൽ കാണുന്നത്. അപ്പൊ ഇവിടെ കിൽപിഷം എന്ന് പറഞ്ഞാൽ രണ്ടു തരത്തിലുള്ള വാസനയും മൊത്തത്തിലുള്ള വാസനയാണ്. പുണ്യവുമാവാം, പാപവുമാവാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു സത്യാന്വേഷിയെ സംബന്ധിച്ച് ഈ പുണ്യവാസനയും അവസാനം ഉപേക്ഷിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഉപേക്ഷിക്കപ്പെടേണ്ട ഒരു വാസനയാണ് പുണ്യവാസന എന്ന് പറയുന്നത്. നേരെ മറിച്ച് സ്വന്തം കാര്യത്തിന് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് കർമ്മം അനുഷ്ഠിക്കുന്നെങ്കിൽ അവരെന്ത് ചെയ്യാ? അവര് എന്തെങ്കിലും പുണ്യകർമ്മം ചെയ്ത് കിട്ടുന്നതിന്റെ ഫലം പോലും അവര് അഹങ്കാരത്തോടുകൂടി, അല്ലെങ്കിൽ അഹങ്കാരം, മതം, മാത്സര്യം ഇതൊക്കെ വളർത്തി പാപത്തിന്റെ രൂപത്തിലാണ് അവരത് അനുഭവിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ അവരുടെയൊക്കെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ അനേകമായിരിക്കും, അനന്തമായ ലക്ഷ്യങ്ങളാണ്. സത്യാന്വേഷിയെ സംബന്ധിച്ച് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, എന്താണ്? ഈശ്വര സാക്ഷാത്കാരം. അത് മാത്രമേ ഉള്ളൂ. പക്ഷേ മറ്റുള്ളവർക്ക് അങ്ങനെയല്ല. മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത ലക്ഷ്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കാണ്ടാവും ജീവിതത്തിൽ. അവര് സ്വധർമ്മമല്ല ചെയ്യുക, പിന്നെന്താണ്? അവരനുഷ്ഠിക്കുന്ന അധർമ്മമായിരിക്കും എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, ഈശ്വര ബുദ്ധി ഇല്ലാതെ ഫലത്തിനോട് ആഗ്രഹം വെച്ച് ഫലസംഘത്തിൽപ്പെട്ട് എപ്പോഴും അവരുടെ മനസ്സ് വറീഡായിരിക്കും, വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കും അങ്ങനെയുള്ളവരുടെ. മനസ്സിലായോ? അപ്പൊ അവര് എല്ലാറ്റിലും ഈ സമബുദ്ധിക്ക് പകരം അവരെല്ലാറ്റിലും ഭേദബുദ്ധിയാണ് അവർ വളർത്തുക. അത് വേറെ ഇത് വേറെ എന്നുള്ള ബുദ്ധി അവർ വളർത്തും. എന്നിട്ട് അവരെന്താ ചെയ്യുക? അവനവനെ നശിപ്പിക്കും, സമൂഹത്തെയും നശിപ്പിക്കും എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ സമത്വത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അവരുടെ അഹങ്കാരം എന്ന് പറയുന്നത് ഞാനാണ് കർമ്മം ചെയ്യുന്നത്, ഞാൻ അതിന്റെ റിസൾട്ട് നേടും, അതിന്റെ നേട്ടം ഞാൻ കൈവരിക്കും. ഇങ്ങനെയുള്ള ഒരു അഹങ്കാരമാണ് അവരുടെ ഉള്ളിൽ ശക്തി ആയിട്ട് നിൽക്കുക എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ആവുമ്പോ എന്താ, അങ്ങനെയുള്ളവർക്ക് എന്താ സംഭവിക്കുക? രാഗദ്വേഷങ്ങൾ വളരും, അല്ലെ? അതിന്റെ ഫലമായിട്ടുള്ള കർമ്മവാസനകള് ഉള്ളിൽ അടിഞ്ഞുകൂടും എന്നാണ് പറയുന്നത്. കർമ്മവാസനകൾ അടിഞ്ഞു. അപ്പൊ ഈ കർമ്മവാസനകൾ കൂടുതലായിട്ട് അടിഞ്ഞുകൂടി എന്താ സംഭവിക്കുക? ഇവിടെ വീണ്ടും മരിക്കുക, ജനിക്കുക, മരിക്കുക, ജനിക്കുക, സംസാര ചക്രത്തില് ആ ഭ്രമത്തിൽ അവരങ്ങനെ മുന്നോട്ട് കൊണ്ടുവരും എന്നാണ്. ഞാൻ ജനിക്കുന്നു, ഞാൻ മരിക്കുന്നു, ജനിക്കുന്നു, മരിക്കുന്നു, ജനിക്കുന്നു, മരിക്കുന്നു. ഈ ഒരു ഭ്രമത്തില് അവരെപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ്. അപ്പൊ സ്വാർത്ഥത ഉള്ളിൽ വെച്ചുകൊണ്ട് സ്വാർത്ഥരായിട്ട് ജീവിക്കുന്ന ആളുകളുടെ പാപം ഭുജിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് എന്നാണ്. ഇങ്ങനെയാണ് അവർ പാപം അനുഭവിക്കുക. അപ്പൊ ഇങ്ങനെ യജ്ഞത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് ഭഗവാൻ വിവരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായൊരു യജ്ഞമാണ്, യജ്ഞത്തിന്റെ പ്രവർത്തനത്തിലാണ് നിലനിൽക്കുന്നത് എന്ന് അർജുനനെ വിവരിച്ചു കൊടുക്കണം. അതാണ് പരസ്പരം, അല്ലെ, ഒന്ന് മറ്റൊന്നിനെ സഹായിച്ചുകൊണ്ടാണ് ഇവിടെ എല്ലാം മുന്നോട്ട് പോകുന്നത്. പ്രപഞ്ചഘടകങ്ങൾ മുഴുവൻ എങ്ങനെയാണ്, അത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കണമില്ല. അതാണ് യജ്ഞമാണെന്ന് പറയാൻ കാരണം. അപ്പൊ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും യജ്ഞമാണ് യഥാർത്ഥം. കാരണം ആ പ്രപഞ്ചഘടകങ്ങൾ ഒന്ന്, ഇപ്പൊ സൂര്യൻ ഇങ്ങനെ, അല്ല, നമുക്കിങ്ങനെ വെളിച്ചം പകർന്നു തരുന്നുണ്ട്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല, തിരിച്ചൊന്നും കിട്ടണമില്ല സൂര്യന്, അല്ലെ? നമ്മൾ ഇന്ന് എന്ത് കിട്ടാനാ? ഒന്നും പ്രതീക്ഷിക്കില്ല, തന്റെ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടേ പോവുകയാണ്. അങ്ങനെ പ്രപഞ്ചത്തിൽ ഓരോ ഘടകങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതാണ് ഈ ഒരു യജ്ഞരൂപത്തിലൊരു പ്രവർത്തനമാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിലനിൽക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത 2 ശ്ലോകങ്ങളില് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അടുത്ത ആ ശ്ലോകം കൂടി ചൊല്ലിക്കൊള്ളു. 14-ാമത്തെ ശ്ലോകം. അൺമ്യൂട്ട് ചെയ്തോളൂ. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാദ് ഭവതി പർജന്യോ യജ്ഞഃ കർമ്മ സമുദ്ഭവഃ. അടുത്ത ചൊല്ലിക്കൊള്ളൂ. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി അക്ഷര സമുദ്ഭവം തസ്മാദ് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം.
ഓ, അപ്പൊ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും യജ്ഞമാണ് എന്നാണ്. പ്രപഞ്ചത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് യജ്ഞമാണ്. അതെങ്ങനെയെന്നുള്ളതാണ് പറയുന്നത്. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്നസംഭവ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞ കർമ്മ സമുദ്ഭവ. പിന്നെയോ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. എന്താണത്? ഇപ്പൊ എല്ലാ ജീവജാലങ്ങൾ ഉണ്ടാവുന്നത് അന്നത്തിൽ നിന്നാണ്, ആഹാര പദാർത്ഥത്തിൽ നിന്നാണ്, അല്ലെ? അത് നിലനിൽക്കുന്നതും അതിലാണ്, അതുകൊണ്ടാണ്. അപ്പൊ ഈ ആഹാരം, അപ്പൊ ഈ ജീവജാലങ്ങളുടെ ആഹാരം എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? മേഘങ്ങളിൽ നിന്ന്. അപ്പൊ മേഘം എവിടെ നിന്നുണ്ടായി? യജ്ഞത്തിൽ നിന്നുണ്ടാവുന്നു മേഘം. അപ്പൊ യജ്ഞം എവിടെ നിന്നുണ്ടായി? യജ്ഞം കർമ്മത്തിൽ നിന്നുണ്ടാവുന്നു. ആ കർമ്മം എവിടെ നിന്നുണ്ടാവുന്നു? പ്രപഞ്ച മനസ്സായിട്ട് നിലനിൽക്കുന്ന ക്ഷരബ്രഹ്മത്തിൽ നിന്ന്. ക്ഷരബ്രഹ്മം അത് എക്സ്പ്ലെയിൻ ചെയ്ത്. ക്ഷരബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ ക്ഷരബ്രഹ്മം എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? എല്ലാറ്റിനും പരമകാരണമായി നിൽക്കുന്ന കൂടസ്ഥ ബ്രഹ്മത്തിൽ നിന്ന് എന്ന് പറയും. അതെന്താന്നുള്ളത് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ കർമ്മ ചലനങ്ങൾക്കെല്ലാം പരമമായ കാരണം എന്ന് പറയുന്നത് അക്ഷരബ്രഹ്മമാണ്, കൂടസ്ഥമാണ്, അക്ഷരബ്രഹ്മമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന സർവവ്യാപിയായ നിത്യമായിരിക്കുന്ന ആ ബ്രഹ്മം യജ്ഞരൂപമായ കർമ്മത്തില് അധിഷ്ഠാനമായി പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. യജ്ഞാത് ഭവതി പർജന്യ. അപ്പൊ ഇതിലൊരു ഒരു ഒരു കാര്യകാരണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, ഒരു കാരണം മറ്റൊന്നിന് കാര്യമാവുന്നു, ആ കാര്യം വേറൊന്നിന് കാരണമാകുന്നു, വീണ്ടും ആ കാര്യം മറ്റൊന്നിനടുത്തതിന് കാരണമാവുന്നു. അതാണ് ഇവിടെ കാട്ടിത്തരുന്നത് നമ്മൾക്ക് യഥാർത്ഥത്തിൽ, അല്ലെ? അപ്പൊ നേരത്തെ പറഞ്ഞു, ആഹാരത്തിൽ നിന്നാണ് ജീവികൾ ഉണ്ടാവുന്നതും നിലനിൽക്കുന്നതും. ആഹാരത്തിൽ നിന്നാണ്, ഭക്ഷണത്തിൽ നിന്നാണ്, അന്നത്തിൽ നിന്നാണ് എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഉണ്ടാവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് മാതാപിതാക്കള് കഴിക്കുന്ന ആഹാരം, അല്ലെ? അതാണ് രക്തവും ശുക്ലവും ഒക്കെ ആയി മാറി മനുഷ്യർ ജനിക്കുന്നത്. അങ്ങനെയാണ്. അതാണ് ആഹാരത്തിൽ നിന്നുണ്ടാവുന്നത് എന്ന് പറയാനുള്ള കാരണം. ഇനി ജനിക്കപ്പെട്ടവർ, ജനിച്ചു കഴിഞ്ഞവരോ, അവരും നിലനിൽക്കുന്നത് ആഹാരത്തെ ആശ്രയിച്ചാണ്. അപ്പൊ അന്നമാണ് അവരെ നിലനിർത്തുന്നത്. ശരിയല്ലേ? അപ്പൊ ജീവികൾ എന്ന അതൊരു കാര്യമാണെങ്കിൽ അതിന്റെ കാരണം അന്നമാണ്, ഭക്ഷണമാണ്. അപ്പോ ജീവികളുടെ കാരണം അന്നം. ഇനി അന്നം ഒരു കാര്യമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ആ അന്നത്തിന്റെ കാരണം ഏതായിരിക്കും? മേഘമാണ്. മേഘത്തിൽ നിന്നാണ് അന്നം ഉണ്ടാവുന്നത്. എങ്ങനെ മേഘത്തിൽ നിന്ന് അന്നം ഉണ്ടാവുക? മേഘം മഴയായി പെയ്യുന്നു, അല്ലെ? വർഷിക്കുന്നു, അപ്പോ മഴ പെയ്യുന്നു, അങ്ങനെയാണ് ഇവിടെ അന്നം ഉണ്ടാവുന്നത്. അപ്പൊ ഇനി ആ മേഘം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? മേഘം എന്ന കാര്യത്തിന് എന്താ കാരണം? വീണ്ടും സ്റ്റക്കായോ? അയ്യോ, എന്ത് പറ്റി? ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ക്ലിയർ ആണല്ലോ. അറിയില്ല എന്താ ഇങ്ങനെ ഇടയ്ക്ക് സ്റ്റക്കാവണോ, എന്താ പറ്റിയോ? ഓക്കെ, ഇത് കേട്ടോ? അന്നത്തിന്റെ കാരണം കേട്ടല്ലോ, അല്ലെ? അന്നത്തിന്റെ കാരണം മേഘമാണ്. കാരണം മേഘം വർഷിച്ചു കഴിഞ്ഞാലേ, മഴ പെയ്തു കഴിഞ്ഞാലേ അന്നം ഉണ്ടാവുള്ളൂ. ഇനി ആ മേഘത്തിന് എന്താണ് കാരണം? മേഘം എങ്ങനെ ഉണ്ടാവുന്നു? ഈ യജ്ഞമാണ് മേഘത്തിന് കാരണം. അപ്പൊ ഈ യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നേരത്തെ വിവരിച്ചു കഴിഞ്ഞു, അല്ലെ? എന്താണ് യജ്ഞം? ഫലത്തിനോട് ആഗ്രഹമില്ലാതെ, ഫലസംഘമില്ലാതെയുള്ള കർമ്മമാണ് യജ്ഞമായിട്ട് ഗീതയിൽ നിർവചിച്ചത്. നേരത്തെ പറഞ്ഞു അത്, അല്ലെ? ഫലാപേക്ഷയില്ലാതെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അപ്പൊ ആ മേഘം ഉണ്ടാവുന്നത് ഒരു പ്രപഞ്ചത്തിൽ ഒരു ഘടകം മാത്രം സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടതല്ല. ഒന്നിലധികം പ്രപഞ്ച ഘടകങ്ങൾ നിസ്സംഗമായി, സംഘം കൂടാതെ, എന്നാൽ ഫലത്തിനോട് ഇച്ഛയില്ലാതെ ആ ഘടകങ്ങൾ സ്വയം സ്വധർമ്മം അനുഷ്ഠിക്കുന്നതുകൊണ്ടാണ് മേഘം രൂപപ്പെടുന്നത്. അതിനൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ സൂര്യൻ ചൂട് കൊണ്ട് ചൂടാക്കി വെള്ളത്തിനെ നീരാവിയാക്കുന്നു. ഇതൊരു പ്രവൃത്തിയാണ്, അല്ലെ? ഒരു ഘടകത്തിന്റെ പ്രവൃത്തിയാണിത്. അപ്പൊ ഈ ജലം നീരാവിയായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നു. പിന്നെയോ വായു ഈ നീരാവിയെ ആകാശത്തിലേക്ക് ഉയർത്തി മേഘമാക്കി മാറ്റുന്നു, അല്ലെ? ആകാശം എന്താ ചെയ്യുന്നത്? ഈ മേഘത്തിന് അവിടെ ഒരു സ്പേസ് കൊടുക്കുന്നു, നിൽക്കാനായിട്ട് ഒരു സ്ഥലം കൊടുക്കുന്നു ആകാശം. അപ്പൊ ഓരോരുത്തരും പണിയെടുത്തോണ്ടിരിക്കുക, അല്ലെ? ആകാശം മേഘത്തിന് തങ്ങി നിൽക്കാൻ ഒരു സ്ഥലം കൊടുക്കുന്നുണ്ട്.
അപ്പൊ ചിലർക്ക് തോന്നാം ഇതൊക്കെ നാച്ചുറലായിട്ട് നടക്കുന്നതല്ലേ. പക്ഷേ നാച്ചുറലായിട്ട് നടക്കണമെന്ന് ചോദിച്ചാൽ ഇവിടെ നാച്ചുറൽ അല്ലാതെ എന്ത് കാര്യം നടക്കണമെന്നാണ് ചോദ്യം. അല്ല, അപ്പൊ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ അത് പ്രകൃതിയുടെ ഭാഗമാണ്. അപ്പൊ സൂര്യൻ, ജലം, വായു, ആകാശം ഇതൊക്കെ ആരിൽ നിന്നും ഒരു നന്ദി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, അല്ലെ? അതേപോലെ ആരെങ്കിലും തങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കാത്തിരിക്കുന്നില്ല അവർ. അവരെന്നെ ഞാന് എന്താണ് ജലത്തിനെ നീരാവിയാക്കി മുകളിലേക്ക് കൊണ്ടുപോയി, ആൾക്കാർ എന്നെ അഭിനന്ദിക്കും, അല്ലെ എന്ന് വിചാരിച്ചിരിക്കുന്നില്ല. അതേപോലെ വായുവാണ് ഈ നീരാവിയെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് മേഘമാക്കി മാറ്റുന്നത്. വായു ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ നല്ലത് ആരും നല്ലതെങ്കിലും പറയുന്നത് പ്രതീക്ഷിക്കില്ല, പ്രശംസയൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല എന്നാണത്. അപ്പോ അങ്ങനെ സൂര്യൻ, ജലം, വായു, ആകാശം ഇതൊക്കെ ഒന്നിനും കാത്തു നിൽക്കാതെ സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിന്റെ ഫലമായിട്ടാണ് മേഘം ഉണ്ടാവുന്നത്. ആണ് പർജന്യം. അപ്പോ പർജന്യം യജ്ഞത്തിൽ നിന്നുണ്ടായി എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പൊ ഇത് നേരത്തെ ദേവസങ്കല്പത്തെ കുറിച്ച് പറഞ്ഞു. അത് നോക്കുന്ന സമയത്ത് അത് വളരെ കറക്റ്റ് ആണ്. അപ്പോ പിന്നെ വേദത്തില് കർമ്മകാണ്ഡത്തില് യാഗം സൂര്യദേവനെ പ്രസന്നാക്കുന്നു, മഴയ്ക്ക് കാരണമാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ അതും ശരിയാണ്. അപ്പോ കാരണം കർമ്മകാണ്ഡത്തിൽ പറയുന്ന യാഗങ്ങള്, അല്ലെ, അതൊക്കെ ഇന്നിപ്പോ അത്ര സുലഭമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പർജന്യം എന്ന് പറഞ്ഞാൽ തന്നെ മേഘം. അപ്പോ സൂര്യൻ, ജലം, വായു ഇതൊക്കെ അതിന്റെ സ്വഭാവം, അല്ലെ, അതിന്റെ ആ സ്വഭാവ പരിണാമമാണ് മേഘം, മഴ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഈ സൂര്യൻ തുടങ്ങിയ പ്രപഞ്ച ഘടകങ്ങള് അത് സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ദേവമൂർത്തികൾ തന്നെയാണ് എന്നാണ് ഗീത ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ. അപ്പൊ അതുപോലെ ഈ വേദത്തില് കർമ്മകാണ്ഡത്തിൽ പറയുന്ന യാഗങ്ങൾ മാത്രമല്ല യജ്ഞങ്ങള് എന്നാണ് പറയുന്നത്. അതിൽ ഗീതയിൽ നേരത്തെ സൂചിപ്പിച്ചു, അല്ലെ, ഹോമം ചെയ്യുന്നത് അത് യാഗം, അല്ലെ, അതും യജ്ഞമാണ്. പക്ഷെ സത്യബോധത്തോടുകൂടി തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അനുഷ്ഠിക്കുന്ന ഏത് കർമ്മവും യജ്ഞമായി മാറും എന്നാണ് പറയുന്നത്. അത് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ മേഘം എന്ന് പറയുന്നത് ഒരു ഘടകത്തിന്റെ മാത്രമല്ല, ഒന്നിനധികം ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്ന് സ്വധർമ്മം അനുഷ്ഠിച്ചതിന്റെ ഫലമായിട്ടാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. അപ്പൊ മേഘങ്ങൾക്ക് രൂപം നൽകുന്ന യജ്ഞം സൂര്യന്റെയും പറഞ്ഞു നേരത്തെ, അല്ലെ, ആകാശം, വായു ഇതിന്റെയൊക്കെ സ്വധർമ്മം അനുഷ്ഠിക്കുന്ന ആ കർമ്മം കൊണ്ട് ഉണ്ടാവുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോ ഇതില് കർമ്മങ്ങളൊക്കെ രൂപം കൊള്ളുന്നത് എവിടെ നിന്നാണ്? കർമ്മങ്ങളൊക്കെ രൂപം കൊള്ളുന്നത് വെച്ച് കഴിഞ്ഞാൽ കർമ്മങ്ങൾ രൂപം കൊള്ളുന്നത് എന്താണ്? ആ പ്രപഞ്ച മനസ്സിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ജഡശരീരങ്ങളെയും ഉണ്ടാക്കി കാണിക്കുന്നുണ്ടല്ലോ, അത് പ്രപഞ്ച മനസ്സാണ്. ഇതിനെയാണ് ബ്രഹ്മാവ് എന്നൊക്കെ പറയുന്നത്, പ്രപഞ്ച മനസ്സ്. അപ്പൊ ഈ പ്രപഞ്ച മനസ്സിന് ബ്രഹ്മാവ് എന്ന് പറയും, പ്രജാപതി എന്നൊക്കെ പറയാം, ഹിരണ്യഗർഭൻ, പല പേരും ഉണ്ട് അതിന് പ്രപഞ്ച മനസ്സിന്. പക്ഷേ കർമ്മം എന്താണെന്നുള്ളത് ഭഗവാൻ തന്നെ അടുത്ത അധ്യായങ്ങൾ 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പ്രപഞ്ച ഘടകങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്ന ആ ശക്തിയുടെ പുറമേക്കുള്ള സ്പന്ദനമാണ് കർമ്മം എന്ന് പറയുന്നത്. അപ്പൊ സൂര്യനും വായു ഇങ്ങനെയുള്ള എല്ലാ പ്രപഞ്ച ഘടകങ്ങളുടെയും രൂപം സ്വീകരിച്ച് ആ ശക്തി പുറമേ സ്പന്ദിക്കുന്നതാണ് കർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ആ ശക്തി തന്നെയാണ് ഓരോ രൂപത്തില് സ്പന്ദിച്ചുകൊണ്ട്, അതാണ് കർമ്മം എന്നാണ് പറയുന്നത്. അപ്പൊ സൂര്യൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജഡശരീരമാണ്, പക്ഷെ അതിന് സ്പന്ദനം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ജഡശരീരങ്ങളിലൂടെ സ്പന്ദിക്കുന്ന ആ പ്രപഞ്ച മനസ്സിനെ, അതിനെയാണ് ബ്രഹ്മത്തിന്റെ ക്ഷരബ്രഹ്മം എന്ന് പറയുന്നത്. അതാണ് ക്ഷരബ്രഹ്മം. അതിനെക്കുറിച്ച് വീണ്ടും വ്യക്തമാകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കർമ്മത്തെ ഉണ്ടാക്കുന്ന ബ്രഹ്മമാണ് ക്ഷരപുരുഷൻ അല്ലെങ്കിൽ ക്ഷരബ്രഹ്മം. ക്ഷരം എന്ന് പറഞ്ഞാൽ നാശമുള്ളത് എന്നാണ് അർത്ഥം, നശിച്ചു പോകുന്നത് എന്ന് പറഞ്ഞാൽ ഉണ്ടായി മറയുന്നതായി തോന്നുന്നത് ഒക്കെ ക്ഷരമാണ്. അപ്പൊ ഇവിടെയും ബ്രഹ്മം എന്ന് പറയുന്നുണ്ട്, അല്ലെ, ബ്രഹ്മം എന്ന് പറയുന്നത് ക്ഷരബ്രഹ്മം എന്നാണ് പറയുന്നത്, അതിനും ക്ഷരബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ഷരബ്രഹ്മം അല്ലെങ്കിൽ ഈ ജഡവസ്തുക്കളെയൊക്കെ ഉൾക്കൊള്ളുന്ന പ്രപഞ്ച മനസ്സ് എവിടെ നിന്നുണ്ടായി?
അതുണ്ടായിരിക്കുന്ന പരമകാരണമായിരിക്കുന്ന അക്ഷരബ്രഹ്മത്തിൽ നിന്നാണ്. അതാണ് എല്ലാറ്റിനും കാരണം അതാണ്. പരമകാരണം ആ ബ്രഹ്മമാണ്, അക്ഷരബ്രഹ്മം. അക്ഷരബ്രഹ്മം എന്ന് പറഞ്ഞാൽ നാശമില്ല. അക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷരമില്ലാത്തത്, നാശമില്ലാത്തത്. അപ്പൊ അതിൽ നിന്ന് ക്ഷരബ്രഹ്മം ഉണ്ടാവുന്നു, പ്രപഞ്ച മനസ്സുണ്ടാവുന്നു. അതിലാണ് പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നിലനിൽക്കും, ജഡവസ്തുക്കളൊക്കെ നിലനിൽക്കുന്നത്. അപ്പൊ ഇവിടെ ലോകത്ത് 2 പുരുഷന്മാരുള്ളതാണ്, ഒന്ന് ക്ഷരപുരുഷനും ഒന്ന് അക്ഷരപുരുഷനും, അല്ലെ? അത് ഭഗവാൻ തന്നെ തുടർന്ന് പറയുന്നുണ്ട്. അപ്പൊ ക്ഷരപുരുഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഭൂതങ്ങളും, സർവ്വഭൂതങ്ങളും, എല്ലാ ജീവിച്ച എല്ലാം അതിനകത്താണ് വരിക. ജഡവസ്തുക്കൾ കംപ്ലീറ്റ് അതിലാണ് വരിക. നേരെ വെച്ച് അക്ഷരപുരുഷൻ എന്ന് പറയുന്നതോ എല്ലാറ്റിനും പരമകാരണമായിരിക്കുന്ന കൂടസ്ഥ ബ്രഹ്മമാണ്. എന്തുകൊണ്ടാണ് ഇതിന് കൂടസ്ഥം എന്ന് പറയാനുള്ള കാരണം? കൂടസ്ഥം എന്ന് പറയുന്നത് മായയിൽ മറഞ്ഞു പോയിരിക്കുന്നത് കൊണ്ട്. അപ്പൊ പരബ്രഹ്മത്തിന് നമുക്ക് ആർക്കും അറിയാൻ പറ്റുന്നില്ല, അക്ഷരപുരുഷനെ നമുക്ക് ആർക്കും അറിയാൻ പറ്റുന്നില്ല. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ മായയുടെ മറയ്ക്കുള്ളിലാണ് അത് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് കൂടസ്ഥൻ എന്ന് പറയുന്നത്. അപ്പൊ ആ കൂടസ്ഥനായ മായയിൽ മറഞ്ഞിരിക്കുന്ന അക്ഷരപുരുഷനാണ് ക്ഷരപുരുഷന്റെ ഉൽപ്പത്തിക്ക് കാരണം. അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോ എന്താണ് ഇതൊരു കാര്യകാരണ ഒന്ന് മറ്റൊന്നിന്, ഒരു കാര്യത്തിന് മറ്റൊന്ന് കാരണമാവുന്നു. അപ്പൊ ഈ കാര്യകാരണ പരമ്പരയില് എല്ലാറ്റിനും പരമമായ കാരണം ബ്രഹ്മമാണ്. അതുകൊണ്ട് ആ ബ്രഹ്മത്തിനെ ആശ്രയിച്ചാണ് ബാക്കി എല്ലാ കർമ്മങ്ങളും ഇവിടെ നടക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പ്രപഞ്ചകളങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് പോലെ ഫലത്തോട് സംഘമില്ലാതെ യജ്ഞരൂപത്തിലാണ് സ്വധർമ്മം അനുഷ്ഠിക്കുന്നതെങ്കിൽ കർമ്മവാസനയെല്ലാം അവസാനിച്ച് ആ സത്യത്തിലേക്ക് എത്താൻ കഴിയും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ്, അതാണ് അത് പറയുന്നതാണ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ യജ്ഞരൂപത്തിലാണ് നമ്മൾ കർമ്മം ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കർമ്മവാസനകളെല്ലാം അവസാനിക്കും. കർമ്മവാസനകളെല്ലാം അവസാനിച്ചാൽ ആ സത്യത്തിലേക്ക് എത്താൻ നമ്മൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാറ്റിനും പരമകാരണമായ പരബ്രഹ്മം, അതേപോലെ ആ സത്യത്തിൽ, ആ പരബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ച ഘടകങ്ങള്, അല്ലെ? ആ പ്രപഞ്ച ഘടകങ്ങളുടെ സ്വധർമാനുഷ്ഠാന രീതിയിലുള്ള പ്രപഞ്ചത്തിന്റെ പ്രവർത്തനം, പിന്നെ തിരിച്ച് പരമകാരണത്തിലേക്ക് തിരിച്ചു വരിക. അതിനെക്കുറിച്ചൊക്കെയാണ് ഇനി അടുത്തത് പറയാനായിട്ട് പോകുന്നത്. അതുപോലെ ഈ ഒരു യജ്ഞചക്രമാണ്, പ്രപഞ്ചത്തിൽ മുഴുവൻ നടക്കുന്നത് യജ്ഞരൂപത്തിലാണ്. ഒരു ചക്രമാണ്, യജ്ഞചക്രം. ഒന്ന് മറ്റൊന്നിനെ കാരണമാവുന്നു, അല്ലെ? ഒന്ന് മറ്റൊന്നിനെ സഹായിക്കുന്നു. ആ രീതിയിലാണ് ഇവിടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു യജ്ഞചക്രത്തെ ആദരിക്കാത്തവര്, അല്ലെങ്കിൽ അതിനെ പിന്തുടരാത്തവര്, അതിനെ പിന്തുടരാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒക്കെ ഞാനാണ് ചെയ്യുന്നുള്ള ഭാവം വളർത്തുക, അല്ലെ? അപ്പൊ ഈ ഒരു ഫ്ലോയില് അംഗീകരിക്കില്ല എന്നാണ് ഇത്. അവർക്ക് എന്താണ് സംഭവിക്കുക? അതൊക്കെയാണ് ഇനി അടുത്ത 16ാമത്തെ ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. അത് നമുക്ക് നാളെ നോക്കാം, അടുത്ത സെഷനിൽ. ഓക്കെ, ഇന്ന് കുറച്ച് കൺഫ്യൂഷനായി തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നാളെ നമ്മൾ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യും, ഒന്നും കൂടെ നമ്മൾ ഇതിനെ വിവരിക്കാം, ഈ അവസാനം പറഞ്ഞ ശ്ലോകം. ഓക്കെ, റൈറ്റ്. കണ്ണുകൾ അടച്ചു വയ്ക്കൂ, കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ, നട്ടെല്ലും നിവർന്നിരിക്കും. ദീർഘമായ ശ്വാസം എടുക്കാം, സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ ഓം സം സമിദ്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇളസ്പദേ സമിദ്യസേ സനോവശൂന്യാഭര സംഘച്ഛധ്വം സംവദധ്വം സംഭോമനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതി സമാനീ സമാനം മനസ്സഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആഗോദിഃ സമാനാ ഹൃദയാനിവഹ സമാനമസ്തു വോ മനോ യഥാ വസ്തു സഹാസതി നമോ ബ്രഹ്മണേ നമോ വസ്തുഅഗ്നയേ നമഃ പൃഥവ്യേ നമ ഓഷധീഭ്യഃ
നമോ വാചി നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസമെടുക്കാം. സാവകാശം പ്രതിക്കിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.